മകൾ മറ്റൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചതിന് കണ്ണൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഉപകർമ്മിയോട് ജാതി വെറിയെന്ന് പരാതി. ഉപകർമ്മി CV രാജനെ പൂജകളിൽ നിന്ന് ക്ഷേത്ര ഭരണസമിതി വിലക്കി. മലബാർ ദേവസ്വം ബോർഡിൽ രാജൻ പരാതി നൽകി. പുറത്താക്കിയത് രാജന്റെ മോശം പെരുമാറ്റം കാരണമെന്ന് ക്ഷേത്രം ട്രസ്റ്റി വാദിക്കുന്നു. ഈ വർഷം മാർച്ച് 15-നാണ് കരിവള്ളൂർ പേരളം സ്വദേശിയായ CV രാജന്റെ മകൾ വിവാഹിതയാകുന്നത്. വിവാഹത്തിന്റെ നിശ്ചയ ചടങ്ങുകൾ കഴിഞ്ഞതിനു പിന്നാലെ കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര ഉപകർമ്മി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്നാണ് രാജന്റെ പരാതി. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ആചാരങ്ങൾ നിർവഹിക്കാനുള്ള അവകാശം വാണിയ സമുദായത്തിനാണ്. ഈ സമുദായത്തിൽപ്പെട്ട രാജന്റെ മകൾ വിവാഹം ചെയ്തത് പൊതുവാൾ എന്ന സമുദായത്തിൽപ്പെട്ട ആളെയായിരുന്നു. ഇക്കാരണത്താൽ ഉപകർമ്മിയായ തന്നെ വിലക്കേർപ്പെടുത്തി ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് രാജൻ ആരോപിക്കുന്നു. മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുമായുള്ള വിവാഹം നടത്തിയ വീട്ടിൽ നിന്ന് മാറി താമസിച്ചാൽ മാത്രമേ ക്ഷേത്രത്തിൽ പൂജ ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഭാരവാഹികൾ പറഞ്ഞെന്നും രാജൻ. ക്ഷേത്ര സെക്രട്ടറിയും ക്ഷേത്ര പ്രസിഡന്റും ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡന്റും നിശ്ചയത്തിന് കഴിഞ്ഞപാട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു പരാതിയുണ്ട്, നിങ്ങൾക്ക് നാളെ മുതൽ ക്ഷേത്രത്തിൽ പ്രവേശനം ജോലി ചെയ്യാൻ വരാൻ പറ്റില്ല. സ്വന്തം മോളെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി ഇയാൾക്ക് സ്വന്തം വീട്ടിൽ പോയി താമസിക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ നിയമമാണെന്നാണ് ഈ അന്ത്യത്തിരിയാൻ പറഞ്ഞത്. വേറെ താമസിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റും. ഈ ക്ഷേത്ര ട്രസ്റ്റിയിൽ അന്ത്യത്തിരിയാൻ എന്നോട് ഭാര്യയോടും പറഞ്ഞത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് കരിവള്ളൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം. ബോർഡിന് കീഴിലെ ജീവനക്കാരനാണ് രാജൻ. വ്യക്തമായ കാരണം ബോധിപ്പിക്കാതെ ഏകപക്ഷീയമായി മാറ്റി നിർത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡിന് രാജൻ പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് പരാതി ചോദിക്കുമ്പോൾ വ്യക്തതയോ കടലാസ പേപ്പറോ ഒന്നും തരാണ്ടാണ് നിങ്ങൾ ഒഴിഞ്ഞു മാറണം എന്ന് പറഞ്ഞത്. അവരെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളിൽ ആ വിഷയം വെച്ച് പുറത്ത് വേറെ സബ്ജക്റ്റുകൾ, അപമര്യാദ പെരുമാറിയ ഭക്തനോട്, പിന്നെ ഡിസൊബീഡിയൻസ്, ഒരാചാരക്കാരനോട് മോശമായി പെരുമാറിഞ്ഞാൽ എന്നോട് തെളിവ് തന്നു ഞാൻ എന്നാൽ ആ ക്ഷേത്രത്തിലെ ഭാരവാഹിത്വം ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ്. അപ്പോൾ എനിക്ക് ഈ ക്ഷേത്രത്തിൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി മാറി താമസിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. എൻ്റെ ഉപജീവന മാർഗ്ഗമല്ലേ പോകുന്നത്, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല. ഈ വരുമാനം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ മാറി താമസിക്കും. അതേസമയം സ്വഭാവദൂഷ്യം, കൃത്യനിഷ്ഠയില്ലായ്മ തുടങ്ങിയ കാര്യങ്ങൾ പതിവായതോടെയാണ് നടപടിയെടുത്തതെന്നും എല്ലാ പരിധികളും കടന്നതോടെയാണ് നടപടിയെന്നും ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കൃഷ്ണൻ അന്തിത്തിരിയത്തിന്റെ പ്രതികരണം. കാരണം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം മോശം കൊണ്ട് മാത്രം, വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ അങ്ങനെ പറഞ്ഞില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. മകളെ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? അതിന്റെ മകളായിട്ട് നമുക്കൊരു പ്രശ്നമില്ല. കുറെ മുമ്പേ എന്റെ സ്വഭാവം ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമുക്കൊരു ക്ഷേത്രത്തിന് പറയുമ്പോൾ ഒരു പരിധിയില്ലേ, ഇത് കേൾക്കാതെ പിന്നെ എല്ലാവരോടും ആചാരക്കാരോടും എല്ലാവരോടും മുകളിൽ കയറാൻ തുടങ്ങിയവർ. അപ്പോൾ ഇതിന് അവസാന നിമിഷം എനിക്ക് അതേ ചെയ്യാൻ പറ്റും. രാജൻ നൽകിയ പരാതിയിൽ മലബാർ ദേവസ്വം ബോർഡ് നടപടികൾ ആരംഭിച്ചു. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.